ക്ലാസ്സിൽ കിടക്കാൻ എല്ലാവരും കേൾക്കുന്നു വിചാരിക്കുന്നു. നമുക്കിനി മോണോപോളിയാണ് എടുക്കാനുള്ളത്. ഓക്കെ, മോണോപോളിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. അതായത് നമ്മളാണ് മാർക്കറ്റിൽ നമ്മളാണ് ടോപ്പ്. അതായത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ, നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമാണ് അവൈലബിൾ അല്ല. അതായത് കസ്റ്റമേഴ്സ് എല്ലാവരും മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ അവർ പ്രൊഡക്റ്റ്. ഓക്കെ, അങ്ങനെയുള്ളവർ മോണോപോളിസ്റ്റിക് ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങള് ഫീച്ചേഴ്സ് ഓഫ് മോണോപോളി ആണ് പറയുന്നത്. ഒന്നാമത്തെ ഫീച്ചർ, വൺ ആൻഡ് ഓൺലി വൺ ഫേം പ്രൊഡ്യൂസസ് ആൻഡ് സെൽസ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഓർ എ സർവീസ്. അതായത് ഒരു കമ്മോഡിറ്റി ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, അതൊരു ഫേം ആണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നതും അത് സെയിൽ നടത്തുന്നതും എല്ലാം ഒരൊറ്റ ഫേം ആയിരിക്കും. There are no rivals or direct competitors of the firm. ആ ഫേം, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ആ ഫേമിന് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന നമ്മുടെ പ്രൊഡക്റ്റിന് വേറെ കോമ്പറ്റീറ്റേഴ്സ് ആരും തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അടുത്തത്, നോ അതർ സെല്ലർ ക്യാൻ എൻ്റർ ദ മാർക്കറ്റ് ഫോർ whatever reasons, legal, technical or economic. നോ അതർ സെൽ, അതായത് വേറൊരു സെല്ലർ ലീഗലായിട്ടോ ടെക്നിക്കലായിട്ടോ നമ്മുടെ കമ്മോഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മാർക്കറ്റിലേക്ക് അവര് എൻ്റർ ആവില്ല. അതാണ് മൂന്നാമത്തെ ഫീച്ചർ. മോണോപോളിസ്റ്റ് പ്രൈസ് മേക്കർ, അതായത് നമ്മളുടെ പ്രൊഡക്റ്റ്, ഇപ്പൊ ഇതിലെ പ്രത്യേകത എന്താ, മാർക്കറ്റിൽ നമ്മുടെ മാത്രം പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആള് തന്നെയാണ് പ്രൈസ് മേക്കർ എന്ന് പറയുന്നത്. ഹി ട്രൈസ് ടു take the best whatever demand and the cost condition exist without the fear of new firms and trying to compete away his profits. അതായത് അതായത് നമ്മുടെ മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് മേക്കർ, അവരാണ് പ്രൈസ് മേക്കർ ആണ് അല്ലെ, അത് ഞാൻ പറഞ്ഞു. ഹി ട്രൈസ് ടു മേക്ക് ദ ബെസ്റ്റ് ഓഫ് വാട്ട് എവർ ഡിമാൻഡ്. അതായത് അവരുടെ കമോഡിറ്റി ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടി അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ, കോസ്റ്റ് കണ്ടീഷൻ ആയാലും ശരി, എന്തൊക്കെ കൂട്ടാൻ പറ്റുന്നോ അവർ കൂട്ടും. പക്ഷെ അവരെ കോമ്പീറ്റ് ചെയ്യാൻ ആരില്ല, വേറൊരു ഫേം അവിടെ ഇല്ല. അപ്പൊ അവരുടെ കോമ്പിറ്റൻസീസ്, ദാറ്റ് മീൻസ് അവരുടെ ഒരു എബിലിറ്റീസ് that will increases. ഓക്കെ, അതാണ് ഫീച്ചർ. ഇതൊക്കെയാണ് മോണോപോളിയുടെ കോമൺ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഇനി ഇവര് പറഞ്ഞ ഔട്ട്പുട്ട് കർവ് കണ്ടോ, അത് പ്രൈസ് ഔട്ട്പുട്ട് കർവ് ആണ്. പ്രൈസ് ഔട്ട്പുട്ട് കർവിൽ എന്താ കിട്ടുക, പ്രൈസ് ഔട്ട്പുട്ട് കർവില് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പ്രൈസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കിട്ടുക, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് പ്രൈസ് ഔട്ട്പുട്ട് കർവിൽ കിട്ടുക, ഡിമാൻഡ് അല്ലെ. അതായത് പ്രൈസ് ഔട്ട്പുട്ട് കർവ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഡിമാൻഡ്. അപ്പൊ ആ ഡിമാൻഡ് കർവ് ആണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്, അത് നോക്കിയാൽ മതി. അടുത്ത ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കുറെ ഇക്വിലിബ്രിയം കേസസ് ഉണ്ട്. ഇക്വിലിബ്രിയം എല്ലാവരുടെയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ മോണോപോളിസ്റ്റിക് ഫേമില് എങ്ങനെയാണ്, ഷോർട്ട് റൺ ആയിട്ടുള്ള ഒരു മോണോപോളിസ്റ്റിക് ഫേമിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം വരുന്നത് എന്നാണ് ഇനി പറയുന്നത്. പിന്നെ ഷോർട്ട് റൺ, the monopolistic maximizes his short run profits or minimizes his short run profit losses if the following two conditions are satisfied. അതായത് ഇക്വിലിബ്രിയം
ഹലോ, എന്ത് പറ്റി പെട്ടെന്ന് എല്ലാവരും ലെഫ്റ്റ് ആയി പോയ കുഴപ്പം? മാം ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. മുന്നൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കേട്ടിരുന്നില്ലേ? ഇല്ല, കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയുന്നത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ആണ്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് മാക്സിമം പ്രോഫിറ്റിൽ എത്തുക, അതേപോലെ നമ്മുടെ ലോസ്, നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയാണ്, നമ്മുടെ ലോസ് എങ്ങനെയാണ് നമ്മൾ ഇല്ലാതാക്കുക, പ്രോഫിറ്റ് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, ലോസ് എങ്ങനെ കുറയ്ക്കാം, മിനിമൈസ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്, ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വന്നാലാണ് എന്ത് ചെയ്യാം, ഷോർട്ട് റൺ ഫേം, മോണോപോളിസ്റ്റിക് ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ ഇതില് MC is equal to MR, അതായത് മാർജിനൽ കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു മാർജിനൽ റവന്യൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ എപ്പോഴും മാർജിനൽ കോസ്റ്റ് എന്തായിരിക്കും, മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു. അടുത്തത് സ്ലോപ്പ് ഓഫ് MC is greater than the slope of MR at the point of their intersection. അതായത് MC/MR വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ MC/MR എവിടെയൊക്കെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത്, ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെല്ലാം സ്ലോപ്പ് ഓഫ് MC, അതായത് MC-യുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് MR-ന്റെ സ്ലോപ്പിനേക്കാൾ വലുതായിരിക്കും. എന്ന് വെച്ചാൽ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫേം എന്താണ്, ഇറ്റ് ഈസ് എ പ്രോഫിറ്റബിൾ ഫേം. ഓക്കെ, അതാണ് പറയുന്നത്. അടുത്ത ലോങ് റൺ ഇക്വിലിബ്രിയം ആണ്. ലോങ് റൺ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് LIC കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണ് LIC എന്ന് പറയുന്നത്. അപ്പോൾ the size of his plant and degree of utilization of any plant size depend entirely on the market demand. He may reach the minimum point of LIC or remain the falling part of his LIC and expand beyond the minimum LIC depending on the market condition. അതായത് നമ്മളുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒന്നുകിൽ ഡിമാൻഡ് കൂടാം അല്ലെങ്കിൽ ഡിമാൻഡ് കുറയാം. ഏതിലാണെങ്കിലും ഡിമാൻഡ് കൂടുന്നതിനും ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ചിട്ട് ലോങ് റൺ ആവറേജ് കോസ്റ്റിന് ഡീവിയേഷൻസ് ഉണ്ടാവും. ആ ഡീവിയേഷൻസ് ആണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്, ആ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴൊക്കെയാണോ മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് അനുകൂലമായിട്ട് വരുന്നത്, ആ സമയത്ത് LIC എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അല്ലാത്ത സമയത്ത് അത് കൺട്രാക്ട് ചെയ്യും. അങ്ങനെ ചില ഭാഗത്ത് അത് കൂട്ടിമുട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒപ്റ്റിമൽ വാല്യൂവെ നമ്മൾ എന്ത് പറയും, ലോങ് റൺ ഇക്വിലിബ്രിയം വാല്യൂ എന്ന് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത മോണോപോളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കമ്പയർഡ്. എങ്ങനെയാണ് മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫേമിൽ ഒരിക്കലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കില്ല. കാരണം അവർ മോണോപോളിസ്റ്റിക് ആണ്. അവരുടെ ഫേം ഉണ്ടാക്കുന്ന കമോഡിറ്റി വേറെ ഏത് ഫേമും ഒരു കോമ്പറ്റീറ്റേഴ്സും ഇല്ലാത്ത ഒരു ഫേമാണ്. സോ അവിടെ എന്തില്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരെ തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ ഈ 8 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചേ പറ്റൂ. ഒന്നാമത്തത്, under competition variation in output has no effect on the price and thus marginal revenue is equal to price. അതായത് കോമ്പറ്റീഷനില് ഔട്ട്പുട്ട് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്ത് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് മാർജിനൽ പ്രൈസിന് ഈക്വൽ ആയിരിക്കും. ബട്ട് ഇഫ് ദ മോണോപോളിസ്റ്റിക് വാണ്ട് ടു സെൽ മോർ, ഹി മസ്റ്റ് റെഡ്യൂസ് പ്രൈസ്. Therefore MR is less than price, marginal revenue will be less than price ആയിരിക്കും. മോണോപോളിസ്റ്റിക് ആവുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വിറ്റ് പോകണമെന്നില്ല, അവർക്ക് ഉള്ള കസ്റ്റമേഴ്സ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അവരുടെ മാർജിനൽ റവന്യൂ എന്തായിരിക്കും, which will less than always price, മാർക്കറ്റ് പ്രൈസിനേക്കാളും മാർജിനൽ റവന്യൂ അവർക്ക് കുറവായിരിക്കും. അപ്പൊ അവർ ഇക്വിലിബ്രിയം എത്തേണ്ട ആവശ്യം അവർക്ക് ഇല്ല, കാരണം അവരുടെ റെഗുലർ കസ്റ്റമേഴ്സ് അവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാവും. ഇനി അടുത്തത്, അണ്ടർ കോമ്പറ്റീഷൻ എ ഫേം ക്യാൻ സെൽ ആസ് മച്ച് ഇറ്റ് ലൈക്സ് ദ കറന്റ് പ്രൈസ്. അതായത് ഉള്ള പ്രൈസിൽ തന്നെ കോമ്പറ്റീഷൻ ഉള്ളവർക്ക് എത്രത്തോളം വേണമെങ്കിലും വിൽക്കാം. അവർക്ക് അതിനൊരു ലിമിറ്റ് ഇല്ല, അവർ എത്ര വിൽക്കുന്നോ അത്രയും അവർക്ക് പ്രോഫിറ്റ് ആണ്. Therefore, the average revenue curve of the firm is a straight line parallel to the horizontal axis and it is perfectly elastic.
അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്ന ആക്സിസ്, അതായത് എക്സ് ആക്സിസിന് നേരെ ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും അവരുടെ ആക്സിസ് നിൽക്കുക. ഓക്കെ, അതുപോലെ തന്നെ അത് എലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും, കൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആരോ അൺമ്യൂട്ട് ആവുന്നുണ്ടോന്ന് തോന്നുന്നു. കേൾക്കുന്നില്ലേ? ഇടയ്ക്കൊരു ക്ലാഷ് വരില്ല മാഡം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ഇല്ലല്ലോ അല്ലെ? ഇല്ല ഇല്ല. ഇപ്പൊ ഓക്കെ. ഓക്കെ ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ അത് ഇലാസ്റ്റിക്കും ആയിരിക്കും. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അത് എപ്പോൾ വേണമെങ്കിലും കൺട്രാക്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ ഒരു കർവ് ആയിരിക്കും കോമ്പറ്റിഷൻ കർവിൽ ഉണ്ടാവുക. ബട്ട് അണ്ടർ മോണോപോളി ദ ആവറേജ് റവന്യൂ ഓർ ഡിമാൻഡ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആൻഡ് വി ഹാവ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1. Equilibrium can occur with EP is equal to 1 and the total cost is constant and MC is equal to 0. അതായത് മോണോപോളിസ്റ്റിക് ആണെങ്കിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോയിന്റ് ആയിരിക്കും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പോയിന്റ് എന്ന് പറയാൻ കാരണം ഇത് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആദ്യം, അതായത് അവർ തുടങ്ങുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഹൈലി ഡിമാൻഡഡ്. ഓക്കെ, അപ്പൊ ഇത് ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. പിന്നീട് ഇതിന് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, അപ്പൊ ഇതിനൊരു റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ആ റെഗുലർ കസ്റ്റമേഴ്സ് മാത്രമേ ഇത് വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ അവർ കുറച്ച് വാങ്ങിയിട്ട് പിന്നെ ഇതിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ഹൊറിസോണ്ടൽ ആയിരിക്കില്ല. അപ്പൊ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന EP എന്ന് പറയുന്നത് 1-നേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അപ്പൊ എക്വിലിബ്രിയം എത്തുന്ന സമയത്ത് ഇത്, അതായത് ഹയസ്റ്റ് പീക്ക് വാല്യൂ എക്സ് ആക്സിസിൽ നിന്നും, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത് പോലെയാണ് ഇത് വരിക. വൈ ആക്സിസിന്റെ പകുതിയിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് വരുന്ന പോലെ. അപ്പൊ ഇക്വിലിബ്രിയം പോയിന്റ് എത്തുമ്പോൾ ഈ ഇലാസ്റ്റിക് പോയിന്റ് എന്ന് പറയുന്നത്, EP എന്ന് പറയുന്നത്, ഇലാസ്റ്റിക് പ്രൈസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 1. അതാണ് അതിൽ പറയുന്നത്. അടുത്തത് മോണോപോളി പ്രൈസ് ഇസ് ഹയർ ദാൻ കോമ്പറ്റീറ്റീവ് പ്രൈസ്. മോണോപോളി പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും കോമ്പറ്റീറ്റീവ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും. കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്റ്റിന് അവിടെ കോമ്പറ്റീറ്റർ ഉണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിനെ തന്നെ ഉണ്ടാക്കുന്ന വേറെ ഫേംസ് ഉണ്ട്. ആ ഫേമിന്റെ പ്രൊഡക്റ്റിനെ പ്രൈസിനേക്കാളും കുറച്ച് വിറ്റാലേ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ എന്നുള്ളൊരു മാർക്കറ്റ് അനാലിസിസ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ അവർ മാത്രമേ ഉള്ളൂ. സോ അവർ എത്ര പ്രൈസ് കൂട്ടിയാലും എത്ര പ്രൈസ് കുറഞ്ഞാലും ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമർ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കും, കൂടുതലും കുറഞ്ഞാലും അത് വാങ്ങിച്ചിരിക്കും. സോ ആ ഒരു പ്രൈസ് പറയുന്നത്, അതായത് മോണോപോളിസ്റ്റിക് പ്രൈസ് കേൾക്കുന്നില്ല. വോയിസ് ബ്രേക്ക് ഹലോ, ആവുന്നു. ഇപ്പൊ ഓക്കെ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മാം, ഇപ്പൊ കുറച്ച് ക്ലിയർ ആയി. ഹലോ, ഇപ്പൊ ഓക്കെയാണ് മാം. മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അവര് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പൊ വോയിസ് ബ്രേക്ക് ആവുന്നു. ഇല്ല, ശരിയാണെന്ന് പറഞ്ഞ അതേ പോയിന്റിൽ തന്നെയാണ് ക്ലിയർ ഇല്ല മാം. സ്റ്റക്ക് ആവണോ മാം? ഓക്കെ ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നമ്മള് ഫേം എന്ന് പറയുന്നതിന് ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, അതിന്റെ കസ്റ്റമേഴ്സ് തന്നെ അത് വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടുതലായിരിക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഫോർ കോമ്പറ്റീറ്റീവ് ഇക്വിലിബ്രിയം ദ മാർജിനൽ കോസ്റ്റ് കർവ് വിൽ ബി സ്ട്രിക്ട്ലി അപ്വേർഡ് സ്ലോപ്പിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് കർവ് ആണ്. ഇനി അടുത്ത പറയുന്ന മാർജിനൽ കോസ്റ്റിന്റെ കർവ് എന്ന് പറയുന്നത് എപ്പോഴും അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഏതിന്റെ കേസിൽ? കോമ്പറ്റീറ്റീവ് perfect competitive firms in the case. But monopolic equilibrium is possible with any shape of MC since the demand curve is not horizontal. അതായത് ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ അല്ലാത്തത് കൊണ്ട് മാർജിനൽ കോസ്റ്റിന്റെ കർവ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. നമുക്കത് ഏത് ഷേപ്പാന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം ആ വോയിസ് ബ്രേക്ക് ആയി. ഹലോ
മാം ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. ഓ, ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ആവും. തീരെ ബ്ലേർഡ് ആയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് എഫക്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സിനെ, അല്ലെങ്കിൽ ഒന്ന് പറയും. ഓക്കെ, തീരെ ബ്ലേർഡ് ആണ്, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണം, അപ്പൊ തന്നെ ഇൻഫോം ചെയ്യണം. വൈകിപ്പിക്കരുത്. ഓക്കെ, അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്നേ, മാർജിനൽ കോസ്റ്റ്. അപ്പൊ മാർജിനൽ കോസ്റ്റിന്റെ കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാം. ഏതിന്റെ കേസിൽ? In the case of monopolic equilibrium. However, we cannot have any equilibrium when marginal cost curve falls more steeply relative to marginal curve. Marginal revenue curve-നേക്കാൾ ഒരുപാട് സ്ലീപ്ലി ആയിട്ട് താഴേക്കായിട്ട് മാർജിനൽ കോസ്റ്റ് എന്തായാലും വരില്ല. കാരണം പ്രോഫിറ്റഡ് ആയിരിക്കും. ഒരു മോണോപോളിസ്റ്റിക് ഫേം എന്ന് പറയുന്നത് ഓൾവേസ് പ്രോഫിറ്റഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. Under perfect competition, the firm in the long run makes only normal profit. But under monopoly, the firm can get super normal profit. മാം ബ്രേക്ക് ആവുന്നു വോയിസ്. Okay. ഞാനൊന്ന് എക്സിറ്റ് ആയിട്ട് എൻ്റർ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ. ഹലോ മാം, വേണ്ട, കുറച്ച് മനസ്സിലാക്കാറുണ്ട്. ആണോ? എല്ലാവരും റേഞ്ചുള്ള പൊസിഷനിലാണോ ഇരിക്കുന്നത്? ഇപ്പൊ ലാസ്റ്റ് മാം ഓക്കെ ക്ലിയർ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം ഇതുവരെ ബ്രേക്ക് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അയ്യോ, ആരാണ് അവിടെ എല്ലാവരും കൂടി? ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും റേഞ്ചുള്ള സ്ഥലത്തിരുന്നാലേ നമുക്ക് ഇത് നടക്കുള്ളൂ. ഓക്കെ, എല്ലാവർക്കും റേഞ്ച്, ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ചെക്ക് യുവർ നെറ്റ്വർക്ക് ഓൾസോ. ഓക്കെ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ മാം? കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള ഫേമില് എന്തായാലും നോർമൽ പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ. നോർമൽ കോമ്പറ്റീഷൻ എക്സിസ്റ്റിംഗ് ആണ്, സോ അവിടെ നോർമലി ഒരു ഉണ്ടാവുന്ന പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ മോണോപോളിസ്റ്റിക്കിൽ അങ്ങനെയല്ല. മോണോപോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് തന്നെ ആ ഫേമിന്റെ കയ്യിലാണ്. ആ കമോഡിറ്റി ആരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ? ആ ഫേമിന്റെ കയ്യിലേ ഉള്ളൂ. സോ ദേ ഗെറ്റ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, അടുത്തത്, സിൻസ് ഈവൻ ഇൻ ദ ലോങ് റൺ ദ മോണോപോളിസ്റ്റിക് ഡിമാൻഡ് കർവ് റിമെയിൻസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്, it cannot be tangent to average cost curve at AC at minimum. Okay, if it implies that the firm will produce the less than or the optimum output level in the long run. അതായത് ലോങ് റൺ ആണെങ്കിൽ പോലും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അപ്പോഴും ഡൗൺവേർഡ് തന്നെയായിരിക്കും. കാരണം അവർ കുറച്ച് കാര്യങ്ങളെ, അതായത് അവരുടെ പ്രൊഡക്റ്റും അവരുടെ മാർക്കറ്റ് അനാലിസിസും നടക്കുന്നുണ്ട്. മോണോപോളിസ്റ്റിക് ആണെങ്കിലും അവർക്ക് മാർക്കറ്റ് അനാലിസിസ് നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അറിയാം ഇത്ര കസ്റ്റമേഴ്സേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഇവിടെ ഇല്ലാത്തൊരു ഇൻവെന്ററി ആണ് നമ്മുടെ ഒരു കമോഡിറ്റി. ഇതുവരെ ആരും പ്രൊഡ്യൂസ് ചെയ്യാത്തതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതൊരു ലോങ് റൺ ആണെങ്കിൽ പോലും അതിന്റെ ആവശ്യക്കാർ, അതിന്റെ കസ്റ്റമേഴ്സ് കുറവാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കർവ് ഫസ്റ്റ് ഉള്ളതിനേക്കാൾ എപ്പോഴും താഴേക്ക് വരുള്ളൂ, ഡൗൺവേർഡേ വരുള്ളൂ. ക്ലിയർ? അപ്പോ ആ മാർജിനൽ ഇൻവെന്ററിയുടെ കർവ് എപ്പോഴും എന്തായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. പ്രൊഡക്ഷൻ അവർ ഒരിക്കലും കൂട്ടില്ല. അവർക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൽ നിന്നുള്ള വരുമാനമാണ് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട്, അതും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അടുത്തത്, monopolies are also likely to be inefficient and slow to introduce technical change. Pure competition forces, അതായത് അതിന്റെ ഒരു സൈഡ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു മോണോപോളി ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ആവശ്യമില്ല. കാരണം അവരുടെ പ്രൊഡക്റ്റ് ഏത് സമയത്തും വാങ്ങിക്കുന്ന ആൾക്കാർ ഉള്ളതായിരിക്കും. പക്ഷെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അതല്ല. ടെക്നോളജിയും ക്വാളിറ്റിയും കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പറ്റീറ്റേഴ്സിനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് കോമ്പറ്റീറ്റേഴ്സിന്റെ കേസിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ ദി ടെക്നോളജി വിൽ ബി വെൽ ഡെവലപ്ഡ് ആൻഡ് അപ് ടു ഡേറ്റ് ആയിരിക്കും, അപ്ഡേറ്റഡ് ആയിരിക്കും.
പക്ഷെ മോണോപോളിയുടെ കാര്യത്തിൽ ഇറ്റ് നോട്ട് ഷുവർ. ചെയ്യുന്നവരുണ്ടാവാം, ബട്ട് ഇറ്റ് നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. ഓക്കെ. അടുത്തത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, ഏതില് മാർജിനൽ ഇതിലും അതിലും എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ആക്ച്വലി ഇതിൽ പറയേണ്ടത് മോണോപോളിസ്റ്റിക് കർവിന് കാര്യമാണ്. The firm must have some control over the supply of the product or service. A perfectly competitive seller has no control of. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റർ സെല്ലറിന് ഒരിക്കലും അവരുടെ പ്രൊഡക്റ്റിൽ കൺട്രോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷെ മറ്റേ മോണോപോളിസ്റ്റിക്കിൽ എന്തായാലും കൺട്രോൾ ഉണ്ടാവും. അവർക്കറിയാം അവരുടെ പ്രൊഡക്റ്റ് ഏതാണെന്ന്. അതിൽ ആവശ്യത്തിനുള്ള മാറ്റങ്ങൾ, പ്രൈസിൽ, ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ അത് അവർ വരുത്തും. The different segments of buyers are separable at moderate cost and enables, നമ്മൾ പറഞ്ഞതാണ്. അതായത് നമ്മളുടെ പല സെഗ്മെന്റ് ആയിട്ടാണ് ബയേഴ്സ് ഏതാണ്, മോഡറേറ്റ് കോസ്റ്റ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അവർ തമ്മിൽ ഈസിലി ഫ്രം വൺ ക്ലാസ് ടു അനദർ, ഓക്കെ, അവർക്ക് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. The different market buyers could different price elasticity. ഡിമാൻഡിനനുസരിച്ചിട്ട് ഓരോരുത്തരും ഓരോ ക്യാഷ് ആണ് ഇടുക. എവിടെ? കോമ്പറ്റീറ്റേഴ്സിന്റെ കേസിൽ. പക്ഷെ മോണോപോളിസ്റ്റിക്കിൽ അവർ ഒരൊറ്റ പ്രൈസേ ഇടുള്ളൂ. അടുത്തത് ഫസ്റ്റ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മള് ഈച്ച് കസ്റ്റമർ ഡിമാൻഡ് കർവ് ഫോർ ദ കമോഡിറ്റി ആൻഡ് ഫിക്സസ് ദ പ്രൈസ് അക്കോർഡിംഗ്ലി. അതായത് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഒരാൾ വന്നിട്ട് നമ്മൾ ആദ്യം 30 രൂപയ്ക്ക് നമ്മുടെ കമോഡിറ്റി വിൽക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു 30 രൂപയ്ക്കോ, അയ്യോ ഇത് വളരെ കൂടുതലാണല്ലോ, എനിക്കൊരു 10 രൂപയ്ക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഫാക്ടർ വന്നു. അതായത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ 10 രൂപയേ ഉള്ളെന്ന്. പിന്നെ വേറൊരു കസ്റ്റമർ വന്നിട്ട് ചോദിച്ചു, എത്ര രൂപയാണ് പ്രൊഡക്റ്റിന്? 30 രൂപ. ആണോ, ഞാനിത് 20 രൂപയ്ക്ക് വാങ്ങിച്ചതാണല്ലോ. സോ അവിടെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വന്നു, 10 to 30. അതായത് അതിന്റെ ഇടയിലുള്ള ഒരു 20 എന്നുള്ള വാല്യൂ വന്നു. നെക്സ്റ്റ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ ഇത് എത്ര രൂപയ്ക്ക് വെക്കുന്നത്? 30 രൂപയ്ക്ക്. അയ്യോ ലാഭമാണല്ലോ, ഇറ്റ് ബിലോങ്സ് ടു ₹60 ഇൻ ദ സെൻസ് ഇൻ ദ അതർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പറയാം, അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ കുറച്ചാണ് വിൽക്കുന്നതെന്ന്. സോ കസ്റ്റമേഴ്സിന്റെ ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ആണ് ഫസ്റ്റ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ P1 ഇതിൽ പറയുന്ന ഷോസ് ദാറ്റ് ദ ക്യൂ ക്യാൻ ബി സോൾഡ് ദ മാക്സിമം പ്രൈസ് ഓഫ് P1. ഇതിൽ പറയുന്ന കണ്ടോ, രണ്ടാമത്തെ ഔട്ട്പുട്ടില് പ്രൈസ് കണ്ടു, P1, P0, P2 എന്ന് കണ്ടു. അതില് P2 ആണ്, P1 ആണ് അതിന്റെ മാക്സിമം വാല്യൂയിൽ എത്തിയിരിക്കുന്നത്. അതിനപ്പുറത്ത് അത് പീക്ക് വാല്യൂ ആണ്. അപ്പൊ അതാണ് ഏറ്റവും അധികമായിട്ട് വരുന്നത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയാം. ഇനി അതേപോലെ ഇപ്പുറത്തെ ഔട്ട്പുട്ട് ഫസ്റ്റ് ഡിഗ്രിയിൽ തന്നെ P1 എന്ന് പറഞ്ഞ പീക്ക് വാല്യൂ കണ്ടല്ലോ അല്ലെ. അപ്പൊ അതാണ് നമ്മളുടെ മാക്സിമം പ്രൈസ് ഓഫ് ഫസ്റ്റ് ഡിസ്കൗണ്ട്. സെക്കൻഡ് ഡിഗ്രി നോക്കിയേ. സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എമൗണ്ട് ഗുഡ്സ് സർവീസസിന് നമ്മൾ ഓരോ പ്രൈസ് ആണ് ഇടുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഓരോ എമൗണ്ട്, ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയച്ച, നമ്മൾ പറയും 1/2 കിലോ മാങ്ങയ്ക്ക് ഇത്ര രൂപയാണ്. അപ്പൊ 1 കിലോ മാങ്ങയ്ക്കോ, ഇപ്പൊ 1/2 കിലോ മാങ്ങയ്ക്ക് 30 രൂപയാണ്. നിങ്ങളത് 1 കിലോ വാങ്ങിക്കുകയാണെങ്കിൽ 50 രൂപയ്ക്ക് തരാന്ന് പറയും. അപ്പൊ ഇങ്ങനെ 50 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 10 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നത് അല്ലെ. അപ്പൊ അത് അവർ 10 രൂപ ലാഭിക്കുന്നു വെച്ചാൽ അവർക്ക് അതിനേക്കാൾ വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് ഇൻ ബിറ്റ്വീൻ ആണ് അല്ലെ. അതിന്റെ നോക്കിയ പ്രൈസ് വാല്യൂ, അതാണ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. അതിന്റെ പ്രൈസ് വാല്യൂ ഏറ്റവും മാക്സിമം ആയി നിൽക്കുന്നത് P1 P1. ഓക്കെ. P0 ചാർജ് ചെയ്യും, പക്ഷെ P1 ആണ് അവർക്ക് കൊടുക്കുന്നത്. 0 എന്ന് വെച്ചാൽ ഞാൻ 60 rupees. പക്ഷെ P1 ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള P1 ആണ് ആർക്ക് കൊടുക്കുന്നത്? കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതാണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് എല്ലാവിടെയും കോമൺ ആയിട്ടുള്ളതാണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ, അതായത് ലൊക്കേഷൻ അനുസരിച്ചിട്ട്, പ്രൊഡക്റ്റിന്റെ യൂസിനനുസരിച്ചിട്ട്, ഏജിനനുസരിച്ചിട്ട്, ലൊക്കേഷൻസിനനുസരിച്ചിട്ട്, കോസ്റ്റിനനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ക്യാപ്പിന് 100 രൂപ ഇട്ടിട്ട് ഒരു മോളിൽ കൊണ്ട് വെച്ചു. മോൾ ഇപ്പൊ ഒരു ഫോക്കസ് മോൾ, ബ്രൗൺ മോൾ, അങ്ങനെ കൊണ്ട് മോളില് നമ്മൾ എത്ര റുപ്പീസ് ഇട്ട് വെച്ചു? 50 റുപ്പീസ് ഇട്ടിട്ട് വെച്ചു ഒരു ക്യാപ്പിന്. ആ ക്യാപ്പ് നമ്മൾ റോഡ് സൈഡില് അതേ ക്യാപ്പ്, അതേ ക്വാളിറ്റി, പക്ഷെ ലൊക്കേഷൻ മാറി. സ്ട്രീറ്റില്, റോഡില് വഴിയോര കച്ചവടക്കാര് അത് ചിലപ്പോ 10 രൂപയ്ക്ക് വിറ്റുവന്നിരിക്കും. ഓക്കെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത്? അത് അവിടെ ലൊക്കേഷൻ മാറി. ഓക്കെ. അപ്പൊ ഒരു ഫാക്ടർ അതാണ് ലൊക്കേഷൻ. പിന്നെ ഒരു ഫാക്ടർ ഏജ്.
ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇപ്പൊ ചെറിയവരൊക്കെ ആണെങ്കിൽ അവർ കൂടുതലായിട്ട് ഈ ബിസിനസ് ഡെവലപ്ഡ് ആവണം, കുറച്ച് യങ്ങർ ആണെങ്കിൽ അങ്ങനെ അവർ ഡിറ്റർമിൻ ചെയ്യും. പക്ഷെ കുറച്ച് വയസ്സായവരാണെങ്കിൽ എനിക്കിത് ബിസിനസ് ഡെവലപ്ഡ് ആവണം എന്നൊന്നുമില്ല, അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകണം. സോ ദാറ്റ് ഫാക്ടർ ഡിസ്ക്രിമിനേറ്റ് ദ പ്രൈസ്. ഓക്കെ, അപ്പൊ ഏജ് ഫാക്ടർ ആയിരിക്കാം, ലൊക്കേഷൻ ഫാക്ടർ ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഫാക്ടർ ആ ഒരു കമോഡിറ്റിയുടെ പ്രൈസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനി അതർ ഫാക്ടേഴ്സ് ദാറ്റ് ബിലോങ്സ് ടു തേർഡ് ഡിഗ്രി ഡിസ്ക്രിമിനേഷൻ ഓഫ് പ്രൈസ്. ഓക്കെ, ഇനി ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റർനാഷണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റ്, ഇന്റർമീഡിയറ്റ് മാർക്കറ്റ് മാത്രമല്ല. നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ഇന്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ച് കൂടി നമ്മൾ നോക്കണം. ഇത് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡംപ് ചെയ്യാണ്. അതായത് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഓഫ് ദ മോണോപോളിസ്റ്റിക് ഈസ് ഹയർ എബ്രോഡ് ബിക്കോസ് ഓഫ് ദ കോമ്പറ്റീഷൻ ഫ്രോം അതർ നേഷൻസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. അതായത് ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കോമ്പറ്റീഷൻ വേറെ ലെവലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ മോണോപോളിസ്റ്റിക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അവിടെ ഇതുപോലത്തെ രീതിയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു ഹോട്ടലാണ് നമ്മളെ മാർക്കറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. അപ്പൊ അവിടെയും ഉണ്ട് നമ്മളെ പോലുള്ള മലയാളികളുണ്ട്. അപ്പൊ അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻസ് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മളായിരിക്കും അവിടെ ആര്, മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വേറെ ഒരാളും ഉണ്ടാക്കില്ല. അത് അവിടെയുള്ള പേഴ്സൺസിനും കൂടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ബിലോങ്സ് ടു ദാറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റ്. ഓക്കെ, അതാണ് അപ്പൊ അവിടെ പോകുമ്പോൾ നമ്മൾ ഇവിടെ കഴിക്കുന്ന ഇഡ്ഡലി 8 രൂപയാച്ചാൽ അവിടെ അത് 80 രൂപയായിരിക്കും. ബിക്കോസ് ദാറ്റ് മാർക്കറ്റ് ബിലോങ്സ് ടു ഇന്റർനാഷണൽ മാർക്കറ്റ്. ക്വാളിറ്റി സെയിം തന്നെ, ക്വാണ്ടിറ്റി സെയിം തന്നെ, പക്ഷെ റുപ്പീസ് മാറും. ഓക്കെ, അതാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി അടുത്തത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനെ കുറിച്ചാണ്. എപ്പോഴാണ് മോണോപോളിസ്റ്റിക്കില് കോമ്പറ്റീഷൻ വരിക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതില് നമ്മള് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനില് നമ്മൾ പഠിക്കേണ്ട കാര്യം ഞാൻ മാർക്ക് ചെയ്ത് തരാം. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. Each firm therefore a sole producer of അത് വേണ്ട, it is അതോട്ട് മാർക്ക് ചെയ്തോ. ഇറ്റ് ഈസ് മോണോപോളിസ്റ്റ് ആസ് ഫാർ ആസ് എ പെർട്ടിക്കുലർ ബ്രാൻഡ് ഇസ് കൺസേൺഡ്. അതാണ് എപ്പോഴാണ് ഒരു മോണോപോളിസ്റ്റ് ആയി എന്ന് പറയാം, അവരുടെ ബ്രാൻഡ് കൺസേൺഡ് ആവുമ്പോഴാണ് അവരെന്താന്ന് പറയാ, മോണോപോളിസ്റ്റിക് ആയി എന്ന് പറയാം. ഓക്കെ, അവരുടെ ബ്രാൻഡ് എപ്പോഴാണ് കൺസേൺഡ് ആവുന്നത്? അവരുടെ ബ്രാൻഡ് കൺസേൺഡ് ആവുന്നത് ആ ബ്രാൻഡിന് അത്യാവശ്യക്കാരും കസ്റ്റമേഴ്സും വരുമ്പോഴാണ് അവരുടെ ബ്രാൻഡ് കൺസേൺഡ് ആവുന്നത്. അതാണ് ബാക്കിയുള്ള പാരഗ്രാഫിൽ പറയുന്നത്. അന്ന് വായിച്ചു നോക്കാം. ഇനി ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇത് ഞാൻ നേരത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നു, അന്ന് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ്, ഇൻ കോൺട്രാസ്റ്റ്, അവിടെ തൊട്ടാണ്. ഇമാജിനറി ഡിഫറൻസസ് മീൻസ് ക്വാളിറ്റി ഡിഫറൻസസ് വിച്ച് ആർ നോട്ട് റിയലി പാൽപ്പബിൾ ബൈ ബയേഴ്സ് ആർ മെയ്ഡ് ടു ഇമാജിൻ ആർ കണ്ടീഷൻ ടു ബിലീവ് ദാറ്റ് സച്ച് ഡിഫറൻസസ് എക്സിസ്റ്റ് ആൻഡ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ക്വാളിറ്റി ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ ക്വാളിറ്റി ഡിഫറൻസസ് മാത്രമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത്. അത് കണ്ടീഷൻഡ് ആണ്. ഒന്നുകൂടി അത് പറയാ, എവിടുന്നാന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് പാരഗ്രാഫില് ഐ തിങ്ക് എക്സെട്ര, അതന്നെ ആ ഫസ്റ്റ് പാരഗ്രാഫില് വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് എക്സെട്ര എന്ന് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഇൻ കോൺട്രാസ്റ്റ് കണ്ടോ? കണ്ടു. ഓക്കെ, ആ ഒരു ലൈൻ അത് ആ പാരഗ്രാഫ് കഴിയുന്നവരെ മാർക്ക് ചെയ്തോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് അപ്പൊ എവിടെയാണ് ആ ഡിഫറൻസസ് വേണ്ടത്, ആ ഇമാജിനറി ഡിഫറൻസസ് എവിടെ നിന്നാണ് വേണ്ടതെന്നാണ് ആര് തീരുമാനിക്കേണ്ടത്? ഒരു കോമ്പറ്റീറ്റർ മൈൻഡ് ഉള്ള ഒരു മോണോപോളിസ്റ്റ് കണക്കാക്കേണ്ടത് കണ്ടീഷണബിൾ ആണ്. ഓക്കെ, അത് അക്യൂറേറ്റഡ് ആവണം. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഞാൻ സോപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെക്സ്, ഹമാമ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, അപ്പൊ ദ കസ്റ്റമർ ആസ്ക്ഡ് ദ ഷോപ്കീപ്പർ ഫോർ ലെക്സ് or hammam and not just for toilet soap. If therefore there is a slight increase in the price of a particular brand of soap. നമ്മൾ ബ്രാൻഡഡ് ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അതായത് ഇപ്പൊ ഒരു ഹമാം സോപ്പ് ഉപയോഗിക്കുന്ന ഒരാള് ആ ബ്രാൻഡിൽ അഡിക്റ്റഡ് ആവണം. അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ ബ്രാൻഡ് എന്തായി? മോണോപോളിസ്റ്റിക് ആയി.
മോണോപോളിസ്റ്റിക് കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ലെക്സ് ഉപയോഗിക്കുന്ന ആള് അതിനോട് അഡിക്റ്റഡ് ആയി. അപ്പൊ ആ ആള് വേറെ ഏത് സോപ്പും ഉപയോഗിക്കില്ല. അവർക്ക് പെർഫെക്റ്റ് ആയി തോന്നുന്നത് അതാണ്. അത് എന്തുകൊണ്ട് അത് പെർഫെക്റ്റ് ആയി തോന്നുന്നത്? ഇറ്റ് ഈസ് എൻ അഡിക്ഷൻ ടുവേർഡ്സ് ദാറ്റ് ബ്രാൻഡ്. ഓക്കെ, അതാണ് ലെക്സ്, ഹമാമ, ഇതിനൊക്കെ എപ്പോഴും ബ്രാൻഡഡ് ആണ്. അതിനെപ്പോഴും മാർക്കറ്റിൽ ആ ഒരു പേസ്, അവരുടെ ആ ഒരു സ്പേസ് അവർക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു ദാറ്റ് ബ്രാൻഡഡ് കണ്ടീഷൻ. ഓക്കെ, അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. അതിന് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട പോർഷൻ, ആ ലെക്സ് ഹമാം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്ത കുഴപ്പമില്ല. പക്ഷെ അത് ബയേഴ്സ് ഹൂസ് മോസ്റ്റ് പ്രിഫേർഡ് ബ്രാൻഡ് ഈസ് ലെക്സ് വുഡ് റാദർ പേ എ സ്ലൈറ്റ്ലി ഹയർ പ്രൈസ് ഫോർ ലെസ് ദാൻ ബൈ അനദർ ബ്രാൻഡ് ദേ പ്രിഫർ ലെസ്. അതാണ് അതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ലെക്സിന്റെ സോപ്പ് തന്നെയാണ് ഇവരിവിടെ എക്സാമ്പിൾ ആയി പറഞ്ഞിരിക്കുന്നത്. ആ ലെക്സ് എന്ന് പറഞ്ഞത് പുതിയൊരു ബ്രാൻഡ് ഇറക്കി, പുതിയൊരു സോപ്പ് തന്നെ ലെക്സിന്റെ പുതിയൊരു ബ്രാൻഡ് ഇറക്കി. അപ്പൊ അവര് അതിനൊരു 2 രൂപ കൂടുതലാണ്. എന്നാലും ലെക്സിന്റെ കസ്റ്റമേഴ്സ് എന്തേ ചെയ്യുള്ളൂ? ആ സോപ്പേ വാങ്ങിക്കുള്ളൂ. അവരൊരിക്കലും ആ 2 രൂപ കുറഞ്ഞ ഹമാമോ അങ്ങനെയുള്ളത് വാങ്ങിക്കില്ല. കാരണം അവർ പ്രിഫർ ചെയ്യുന്നത് ആ ബ്രാൻഡാണ്. അപ്പൊ അവരെന്തായി, അവിടെ ലെക്സ് എന്ന് പറഞ്ഞ സോപ്പ് മോണോപോളിസ്റ്റിക്. തോന്നുന്നു ക്ലിയർ ആയിരുന്നു. Next, as a result under monopolistic competition, the demand of average revenue curve of the individual firm is gradually falling. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് falling curve ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ഇതില് നിങ്ങൾ ആ 3 പോയിന്റ് പഠിച്ചു വെക്കണം. There are large number of independent sellers and buyers in the market. മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റില് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. അതുപോലെ തന്നെ സെല്ലർ കോൺസെൻട്രേഷൻ, അതായത് ഒരു മാർക്കറ്റിന്റെ സെല്ലേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, അവർക്ക് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. പക്ഷെ സെല്ലർ കോൺസെൻട്രേഷൻ ഇൻ ദ മാർക്കറ്റ് ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ സെല്ലർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിലനിൽക്കുന്ന ഒന്നല്ല. ഓക്കെ, നെക്സ്റ്റ്, ദർ ആർ നെയ്തർ മെനി ലീഗൽ നോർ എനി എക്കണോമിക് ബാരിയർ. അതായത് പുതിയൊരു ഫേമിന് മാർക്കറ്റിലേക്ക് വരാൻ ഒരു ബ്ലോക്കും ഇല്ല. കാരണം അവരുടെ ബ്രാൻഡ് അവരുടെ കയ്യിലുണ്ട്. അതേപോലെ അവരുടെ കമോഡിറ്റി ഇറ്റ്സ് വെരി വെരി ഡിസൈർഡ് വൺ. അങ്ങനെയാണെങ്കിൽ they have the existence of the new market entry. There's no another issues for it. Okay, ഒരു ഇഷ്യൂസ് ഒന്നും അതിലുണ്ടാവില്ല. ആര് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കയറി വരാവുന്ന ഒരു സ്പേസ് ആണ് ആക്ച്വലി മോണോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അസംഷൻസ് മോണോപോളിസ്റ്റിക് അനാലിസിസിൽ വേണ്ട അസംഷൻ എന്തൊക്കെയാണ്? ക്ലിയർ ആവുന്നില്ല. തീരെ ക്ലിയർ ആവില്ല. ഇല്ല, തീരെ ക്ലിയർ ആവുന്നില്ല. ഒട്ടും ക്ലിയർ ഇല്ല മാം. ഹലോ, ഇപ്പൊ കേട്ടോ? ഇല്ല മാം. അപ്പൊ ഞാൻ എക്സിറ്റ് ആയിട്ട് എൻ്റർ ആവാം. ഓക്കെ മാം. കേൾക്കുന്നില്ല. ഇല്ല മാം. ഇല്ല മാം, വോയിസ് നന്നായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, എടുക്കാം. എന്താന്നറിയില്ല, ഇവിടെ ഇഷ്യൂസ് ഇല്ലാത്തതായിരുന്നു. ഐ തിങ്ക് എന്താ പ്രശ്നം അറിയുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? കേൾക്കുന്നുണ്ടോ?
ഓക്കെ, അപ്പൊ അസംഷൻസിൽ നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് ഡിമാൻഡ് കർവ് ഓഫ്, നമ്മൾ പറഞ്ഞില്ലേ ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാവില്ല. അതേപോലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു ഫേം സിമെട്രിക്കൽ ആയാലേ, സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫേമിന്റെ എല്ലാ പോർഷൻസും കറക്റ്റ് ആയിട്ടിരിക്കുക, അക്യൂറേറ്റ് ആയിട്ടിരിക്കുക. അങ്ങനെയുള്ള ഫേം സിമെട്രിക്കൽ ആയാലേ അവിടുത്തെ ഡിമാൻഡ് കർവിനായാലും മാർക്കറ്റിംഗ് ഡിമാൻഡിനായാലും എല്ലാം കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് കർവ്സ് ഫിഗർ ബോത്ത് ആവറേജ് ആൻഡ് മാർജിനൽ ആർ സിമെട്രിക്കൽ. ഞാൻ പറഞ്ഞില്ലേ കോസ്റ്റ് കർവ്, അതായത് അവരുടെ കോസ്റ്റ് കർവ് ആണെങ്കിലും ശരി മാർജിനൽ കർവ് ആണെങ്കിലും ശരി പെർഫെക്റ്റ് ആയിരിക്കണം. മോണോപോളിസ്റ്റിക്കിൽ ആയിരിക്കും എന്നൊരു അസംഷനേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം. ഇനി മോണോപോളിസ്റ്റിക് ഫേമിന്റെ ഇക്വിലിബ്രിയം ആണ് പറയുന്നത്. അപ്പോഴും എന്താണ്, പീക്ക് ലെവൽ വാല്യൂ ആയിരിക്കും. ബയറും സെല്ലറും എന്തായിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോ ഈ മോണോപോളിസ്റ്റിക്കിന്റെ ഉള്ളിൽ കോമ്പറ്റീഷൻ നടക്കുന്ന കാര്യം പറയുന്ന സമയത്ത് വെൻ കോമ്പറ്റീഷൻ ടേക്സ് പ്ലേസ് ഓൺലി ത്രൂ ദ എൻട്രി ഓഫ് ന്യൂ ഫേംസ്. കോമ്പറ്റീഷൻ എപ്പോഴേ നടക്കുള്ളൂ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ക്യൂട്ടി എന്ന് പറഞ്ഞ സോപ്പ് ഇടയിൽ കയറി. ഇപ്പോ ലെക്സിനോടും ബാക്കിയുള്ള എല്ലാ ഹമ്മാമായാലും ശരി എല്ലാവരോടും ഒരു ചെറിയ കോമ്പറ്റീഷൻ ആർക്കുണ്ട്, ക്യൂട്ടി എന്ന് പറഞ്ഞ സോപ്പിനുണ്ട്. അത് എപ്പോഴേ വരുള്ളൂ, ഈ ഒരു സോപ്പ് എപ്പോഴേ വരുള്ളൂ. ഓക്കെ, അടുത്തത് വെൻ കോമ്പറ്റീഷൻ ടേക്സ് പ്ലേസ് ഓൺലി ത്രൂ പ്രൈസ് വാല്യൂഷൻ. പ്രൈസിങ് ഇടുന്ന സമയത്ത് കോമ്പറ്റീഷൻ ഉണ്ടാവും. വെൻ കോമ്പറ്റീഷൻ അറൈസസ് ത്രൂ പ്രൈസ് വേരിയേഷൻ ഓഫ് ന്യൂ എൻട്രി. പുതിയൊരു എൻട്രി വന്നിട്ട് അവർ പ്രൈസ് കുറച്ച് കഴിഞ്ഞാലും കോമ്പറ്റീഷൻ ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇക്വിലിബ്രിയം എത്തുക. അല്ലാത്ത സമയത്ത് നമ്മുടെ മോണോപോളിസ്റ്റിക്കിന് ഇക്വിലിബ്രിയം ഇല്ല. സെല്ലറിനായാലും ബയറിനായാലും ഓൾവേസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എപ്പോഴൊക്കെയാണ് ഇക്വിലിബ്രിയം എത്തുക എന്ന് ചോദിച്ചാൽ പുതിയൊരു കോമ്പറ്റീറ്റർ വരുമ്പോൾ അവര് പ്രൈസ് കുറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് വരുന്നത് കോമ്പറ്റീഷൻ പുതിയൊരു എൻട്രി വരുന്നതേ പ്രൈസ് വേരിയേഷൻ കൊണ്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ, ഇക്വിലിബ്രിയം ഉണ്ടാവുള്ളൂ. ഇനി ന്യൂ എൻട്രി വരുമ്പോൾ എങ്ങനെയാണ് ലോങ് റണ്ണിൽ ഇക്വിലിബ്രിയം വരുന്നതെന്നാണ് പറയുന്നത്. ഒരു ന്യൂ ഫേം വരികയാണ്, അപ്പൊ അവിടെ അഡ്വേഴ്സ് ഇഫക്റ്റ്, ഇപ്പൊ സെയിൽസിനാണെങ്കിലും ഡിമാൻഡിനാണെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേമിന് കുറച്ച് അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഒരു നിലനിൽപ്പ് വേണ്ടി വരും. അപ്പോൾ ആ ഒരു നിലനിൽപ്പ് കഴിഞ്ഞാൽ അവർ ഇക്വിലിബ്രിയം എത്തും. ഓക്കെ, അപ്പോൾ അവരും അവിടെ ബയറും സെല്ലറും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇതില് നിങ്ങൾക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ദ പ്രോസസ് ഓഫ് കോമ്പറ്റീഷൻ ഫ്രം ന്യൂ എൻട്രി കണ്ടിന്യൂസ് സോ ലോങ് ആസ് ദ പ്രോഫിറ്റ് ഏൺ ബൈ ദ ടിപ്പിക്കൽ ഫേം ആർ മോർ ദാൻ നോർമൽ. എപ്പോഴാണ് കോമ്പറ്റീഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശേഷം വന്നിട്ടുള്ള നമ്മുടെ കോമ്പറ്റീറ്റർ നോർമൽ പ്രോഫിറ്റിനേക്കാൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അവിടെ സ്റ്റാർട്ട് ആവുന്നത്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. Then, which is the tangent? ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു when there is a competition only new firm entry, the long run equilibrium of the firm under monopolistic competition reached. അപ്പൊ എപ്പോഴാണോ ന്യൂ ഫേം എൻട്രി വഴി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നടക്കുന്നത്, അപ്പോ ഈ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള ഫേമില് കുറച്ച് കാര്യങ്ങൾ നടക്കും. അതെന്തൊക്കെയാന്ന് ചോദിച്ചാൽ പ്രൈസ് എന്ന് പറയുന്നത് ആവറേജ് റവന്യൂവിന് ഈക്വൽ ആയിരിക്കും. പ്രൈസ് ഇസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ. ഈ പ്രൈസും ആവറേജ് റവന്യൂവും ലോങ് ടേം ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇസ് LAC. അപ്പോൾ പ്രൈസ് ഇസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു LAC. അതേപോലെ തന്നെ എന്താണ് ഓപ്പർച്യൂണിറ്റി പ്രൈസിനും ഈക്വൽ ആയിരിക്കും. അതാണ് OP2. അപ്പൊ ഇത് മൂന്നും തമ്മിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് LMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ മാർജിനൽ പ്രൈസ് കോസ്റ്റ് സംതിങ് ആണ്. അതിന് ഈക്വൽ ആയിരിക്കും. ഗ്രോസ് ക്വാണ്ടിറ്റിക്കും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതായത് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റിന് ഈക്വൽ ആയിരിക്കും. ഈ മൂന്ന് കണ്ടീഷൻസും ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന് ലോവർ മാർജിനൽ കോസ്റ്റ് ആണ് LMC ട്ടോ. അപ്പൊ മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു ലോവർ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഗ്രോസ് ക്വാണ്ടിറ്റി. ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ഒരു പെർഫെക്റ്റ് ന്യൂ എൻട്രി വഴി ഉണ്ടാവുന്ന മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന കണ്ടീഷൻസ്. ഇനി ലോങ് റൺ ഇക്വിലിബ്രിയം വെൻ കോമ്പറ്റീഷൻ ഇസ് ത്രൂ പ്രൈസ് വേരിയേഷൻ. പ്രൈസ് വേരിയേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന കോമ്പറ്റീഷൻ കാരണം ലോങ് റണ്ണിൽ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയം എങ്ങനെയുള്ളതായിരിക്കും, അതാണ് അടുത്ത് പറയുന്നത്. ദ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് റിസൾട്ടിങ് ഫ്രം ദ ചേഞ്ചസ് ഇൻ പ്രൈസ് അണ്ടർടേക്കൺ. അതായത് ഡിമാൻഡിന് ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൈസിനും ചേഞ്ചസ് വരും. അങ്ങനെ ചേഞ്ചസ് വരുന്ന സമയത്ത് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കുറയും. അതാണ് ലോങ് റണ്ണിലും സംഭവിക്കുക. ഓക്കെ, ഡിമാൻഡ് കൂടുകയാണെങ്കിൽ പ്രൈസ് കുറയും. ഓക്കെ, അതാണ് അതിലും സംഭവിക്കുക. ദ പെർസീവ് ഡിമാൻഡ് കർവ് ഇസ് സ്ലൈറ്റ്ലി എലാസ്റ്റിക്.
അതായത് ഇതില് മോണോപോളിസ്റ്റിക്കിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വളരെ ഇലാസ്റ്റിക് ആയിരിക്കില്ല. അവർ സ്ലൈറ്റ്ലി ഇലാസ്റ്റിക് എക്സ്പാൻഡഡ് ആവും, ബട്ട് ഇറ്റ് നോട്ട് അണ്ടർഗോ എ സ്ലൈറ്റ് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ഒരു വൈഡ് എക്സ്പാൻഷനോ വൈഡ് കൺട്രാക്ഷനോ ഏതിന്റെ കേസിൽ നടക്കില്ല? മോണോപോളിസ്റ്റിക്കിൽ നടക്കില്ല. Then the assumed demand curve is much more elastic than the actual demand curve. This is because of the form assumed and perceived changes in demand based on the assumption that only one firm changes its price while its competitors വെച്ചിട്ട് വേണം ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിക്കാൻ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കോമ്പറ്റീറ്റർ പ്രൈസ് കൂട്ടിയാലോ നമ്മളും പ്രൈസ് കൂട്ടും. പുതിയതായിട്ട് എൻ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ കോമ്പറ്റീറ്റർ പ്രൈസ് കൂട്ടുന്നു. അവര് പ്രൈസ് കൂട്ടി എന്ന് വിചാരിച്ച് നമ്മളും പ്രൈസ് കൂട്ടുക. അപ്പൊ എന്താ സംഭവിക്കുക? പ്രൈസ് കൂടിയ ഡിമാൻഡ് കുറയും. അപ്പൊ അവരുടെ ഡിമാൻഡ് കുറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഡിമാൻഡും കുറയും. നമ്മുടെ ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡ് ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്യും, കൺട്രാക്ട് ചെയ്യും. അത് ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവര് കൂട്ടി, നമ്മൾ ചേഞ്ച് ചെയ്യാതെ അവര് പ്രൈസ് കൂട്ടി, നമ്മളുടെ പ്രൈസ് നമ്മൾ സ്റ്റേബിൾ വെക്കാം. അപ്പൊ അങ്ങനെയാവുമ്പോൾ അവരുടെ ഡിമാൻഡ് കർവ് കൺട്രാക്ട് ചെയ്യും, നമ്മുടെ ഡിമാൻഡ് കർവ് ഒന്നും സംഭവിക്കില്ല, അങ്ങനെ ഇരിക്കും. അപ്പോ ഇത് രണ്ടും അസ്യൂംഡ് ആൻഡ് പെർസീവ്ഡ് എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതാണ് ഡിമാൻഡിന് സംഭവിക്കുന്ന ഫ്ലക്ച്വേഷൻസ് ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ മോണോപോളിസ്റ്റിക് ഫോംസ്. ഇനി അടുത്ത കോമ്പറ്റീഷൻ ത്രൂ പ്രൈസ് വേരിയേഷൻ ആൻഡ് ന്യൂ എൻട്രി. ഇനി ഒരു കോമ്പറ്റീഷൻ, ഒരു മാർക്കറ്റിലേക്ക് ന്യൂ എൻട്രി സംഭവിക്കുന്നു, അതേപോലെ പ്രൈസ് വേരിയേഷൻസും സംഭവിക്കും. അപ്പൊ എന്ത് സംഭവിക്കാന്നാണ് പറയുന്നത്? ഇനീഷ്യലി ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഇനീഷ്യലി പെർസീവ്ഡ് ഡിമാൻഡ് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത്, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ മാം. പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ ഡിമാൻഡ് കർവ് ആദ്യം ഞാൻ പറഞ്ഞ പോലെ അത് ഡിക്രീസിങ്, ഡൗൺവേർഡ്ലി ഡിക്രീസിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു സർട്ടൈൻ പോയിന്റ് എത്തുന്ന സമയത്ത് അത് നമ്മുടെ ഓൾറെഡി നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസിനോട് ഈക്വൽ ആവും. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കേൾക്കുന്നില്ല? എനിക്ക് അയ്യോ കാല് വേദന നോക്കണം. ഇവിടെ കട്ടറിൽ ചെയറിലിരിക്കുമ്പോ കാല് വേദന, കട്ടറിലിരിക്കാൻ വന്നത്. ആർക്കും ഒന്നും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെയോ മ്യൂട്ട് ഓഫ് ആക്കുന്നുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഓക്കെ, എന്താ പറഞ്ഞു വന്നേ? ഓക്കെ. അപ്പൊ ഇത് സംഭവം ഇങ്ങനെ കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. എന്താ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്റ്റോപ്പിംഗ് ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ കോസ്റ്റ്, കമോഡിറ്റിയുടെ കോസ്റ്റിനെ ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ കമോഡിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തുന്നത്. ഈ പ്രൈസ് കൂടുന്ന സമയത്ത്, അതായത് പെർസീവ് ഡിമാൻഡ് കർവില് നമ്മള് പ്രൈസ് കൂടുന്ന സമയത്ത് കേൾക്കുന്നില്ല. ഹലോ ഹലോ മാം ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ മാം. ആർക്കാ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞത്? അവിടെ റേഞ്ച് ഇല്ലാതായിരിക്കും. ഇവിടെ കഷ്ടം. കേൾക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് ചെറുതായിട്ട് ബ്രേക്ക് മനസ്സിലാവായികൊന്നുമില്ല. മനസ്സിലാവായികൊന്നും വരുന്നില്ല, പക്ഷെ ചെറിയ രീതിയിൽ ചില സമയത്തൊക്കെ വേരിയേഷൻസ് വരുന്നു. അത് ഇഷ്യൂ ആക്കണ്ട, കാരണം ഇല്ല, റേഞ്ച് ഇല്ലാത്ത, ഞാൻ റേഞ്ച് ഉള്ള മാക്സിമം ഏരിയയിലാണ് ഞാൻ ഇരിക്കുന്നത്. മേ ബി എല്ലാവരും ഒരുപോലെ അല്ലാത്തത് കൊണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ എനിക്ക് വേരിയേഷൻസ് ഒന്നും വന്നിട്ടില്ല ക്ലാസ്സിന്റെ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്യോ? വീഡിയോയോ? ഓഡിയോ? സോറി, ഓഡിയോ. ഓഡിയോ അല്ല, നിങ്ങൾക്ക് വീഡിയോ ആണ് കിട്ടുക. മേ ബി അത് ചോദിച്ചാൽ മതി. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിന്റെ ഓഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ അത് അവരോട് ചോദിച്ചാൽ മതി. നമുക്കത് ലാസ്റ്റ് ഡൗട്ട് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്കിത് പോട്ടെ. ഓക്കെ, വിടണ്ട. Here the competition through the price variation is shown the downward shift. അഥവാ കോമ്പറ്റീഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൗൺവേർഡ്ലി ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യാം. ഇപ്പൊ ന്യൂ എൻട്രി വരികയാണ്, അപ്പൊ അതിന്റെ ആക്ച്വൽ ഡിമാൻഡ് കർവ് ഒരു പൊസിഷൻ മാറും അല്ലെ. ന്യൂ എൻട്രി വരുമ്പോൾ അവരുടെ ആക്ച്വൽ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? ടോട്ടലി അവരുടെ ചേഞ്ച് എക്സ്പാൻഷൻ ആവും അല്ലെങ്കിൽ കൺട്രാക്ഷൻ ആവും. അപ്പോ മാക്സിമം പ്രോഫിറ്റ് ഒന്നുകിൽ അത് ആ കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക. അതായത് പെർസീവ്ഡ് ഡിമാൻഡ് കർവ് D2 ഈസ് എ ടാൻജന്റ് ടു AC എന്നാണ് പറയുന്നത്. ഇവിടെ AC എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് കർവ് ആണ്. ആ ഡിമാൻഡ് കർവിലേക്ക് ടാൻജന്റ് എന്ന് പറയാൻ അറിയാലോ. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ ടച്ചിങ് ടു എ കർവ്. ഒരു കർവിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് എന്ത് വരും? ഒരു AC എന്ന് പറഞ്ഞത് വരുന്നുണ്ട്. AC എന്ന് പറഞ്ഞത് ഡിമാൻഡ് കർവിലേക്ക് ബാധിക്കുന്ന ഒരു ന്യൂ എൻട്രി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു ഡിമാൻഡ് കർവ് ഉണ്ട്. ആ ഡിമാൻഡ് കർവിലേക്ക് ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനദർ ഡിമാൻഡ് കർവ് ഓഫ് ആൻ അനദർ ന്യൂ എൻട്രി വിൽ ബി കെയിം ഇൻ ടു അവർ മാർക്കറ്റ്. അതാണ് അതിൽ പറഞ്ഞത്. അത് പ്രൈസ് ഇസ് ഈക്വൽ ടു AC. അങ്ങനെ വരുന്ന അയാളുടെ പ്രൈസ് എന്ന് പറയുന്നതും നമ്മുടെ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അടുത്തത് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റിന് ഈക്വൽ ആയിരിക്കും. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആയിരിക്കും. ഹിയർ ദ റെലവന്റ് മാർജിനൽ റവന്യൂ ഇസ് ഡിറൈവ്ഡ് ഫ്രം പെർസീവ്ഡ് ഡിമാൻഡ് കർവ്. ഇതിലെ റവന്യൂ, ഈ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ പെർസീവ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞ ഒരു ന്യൂ എൻട്രി വന്ന് അവർ ചേഞ്ച് ചെയ്ത വാല്യൂസിനനുസരിച്ചിട്ടുണ്ടായിട്ടുള്ള ഡിമാൻഡ് കർവ് ആണ് പെർസീവ്ഡ് ഡിമാൻഡ് കർവ്. ഈ പെർസീവ്ഡ് ഡിമാൻഡ് കർവിൽ ഇത് പറയുന്ന റവന്യൂ. ഈ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ ആക്ച്വൽ ഡിമാൻഡ് കർവ്, അതായത് മാർക്കറ്റിൽ ഷെയർ ചെയ്യുന്ന ഡിമാൻഡ് കർവ് ആണ് ആക്ച്വൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അത് പെർസീവ്ഡ് ഡിമാൻഡ് കർവിന് ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആക്ച്വൽ ഡിമാൻഡ് കർവ് വിൽ ബി ഈക്വൽ ടു ദി പെർസീവ്ഡ് ഡിമാൻഡ് കർവ് അറ്റ് സർട്ടൈൻ പോയിന്റ്. ഒരു ചെറിയ പോയിന്റിൽ അവർ തമ്മിൽ മീറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് പ്രൈസ് ഇസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനേക്കാൾ എന്തായാലും പ്രൈസ് കൂടുതലായിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മോണോപോളിസ്റ്റിക്കിൽ പ്രൈസ് എന്തായാലും ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതലായിരിക്കും, പ്രോഫിറ്റബിൾ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർജിനൽ റവന്യൂവിനേക്കാൾ കൂടുതലായിരിക്കും പ്രൈസ്. അടുത്തത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദ ഒപ്റ്റിമം ഔട്ട്പുട്ട്. സാധാരണ വരുന്ന ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആർക്ക് വരും? നമ്മുടെ മോണോപോളിസ്റ്റിക് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് വരും. ഓക്കെ, ഇനി എക്സസ് കപ്പാസിറ്റി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ എക്സസ് കപ്പാസിറ്റി എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ 2 പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ മോണോപോളിസ്റ്റിക് കർവിന്റെ, നമ്മൾ പറഞ്ഞ ഡിമാൻഡ് കർവ് അതേപോലെയുള്ള അതിന്റെ കാര്യങ്ങളുടെ അനാലിസിസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെസൺ ഫസ്റ്റ് തൊട്ട് പറയുന്ന കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തിട്ടാണ് ആദ്യത്തെ 2 പാരഗ്രാഫിലും പറയുന്നത്. സോ നിങ്ങൾ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി ഇതിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് പഠിച്ചാൽ മതി. ആ ഫസ്റ്റ് തൊട്ട്, അതായത് സെക്കൻഡ് പാരഗ്രാഫില് ഫസ്റ്റ് അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ലാസ്റ്റ് വരെയുള്ള ഒന്ന് വായിച്ചു നോക്കുക. സെയിം കാര്യങ്ങളാണ് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ അതിന്റെ ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. The conclusion about the welfare implication of product differentiation and monopolistic competition is not justified because the consumers are willing to make sacrifice for their wider choice of varieties offered by differential products. That is, the loss of welfare suffered by consumers from higher price and lower output is compensated for by the gain of the satisfaction they obtain from the choice of varieties offered by competing brands with different qualities. Thus, there is no loss of welfare in terms of consumer satisfaction. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കൺസ്യൂമർ മോണോപോളിസ്റ്റിക് മാർക്കറ്റിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കമ്മോഡിറ്റിയെ പോലെ തന്നെ ഒരുപാട് വൈഡ് വെറൈറ്റി കമ്മോഡിറ്റി ഉണ്ട്. ആ കമ്മോഡിറ്റിക്ക് തന്നെ വളരെ പ്രൈസ് വേരിയേഷൻസും ഉണ്ട്. വളരെ ലോ പ്രൈസ് തൊട്ട് വളരെ ഹൈ പ്രൈസ് വരെ ഉണ്ട്. പക്ഷെ അവർ അതെല്ലാം വിട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ വെറൈറ്റി അവർ ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ പ്രൈസ് അവർക്ക് പറ്റുന്നതായിരിക്കും, പക്ഷെ എന്നാലും അവരത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ കയ്യിൽ പെർഫെക്റ്റ് ഉള്ള ഒരു റീസൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ നമ്മുടെ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ദേ ആർ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ബിക്കോസ് അവർ കൊമോഡിറ്റി ഈസ് ഇൻ ദ മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കൊമോഡിറ്റി ഉള്ളത് വരെയും അവർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനിൽ പറയുന്നത്.
ഇനി ക്രിട്ടിക്സ് പോയിന്റ്, എവിടെയാണ് നമ്മുടെ ക്രിട്ടിക്സ് പോയിന്റ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, critics point out the argument in defense of product differentiation is not valid because the consumer are not offered two options from the which they have to choose one. അതായത് കൺസ്യൂമറിന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തൂടെ, അല്ലെങ്കിൽ അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ക്രിട്ടിക് ആയിട്ട് വരിക. ആ ക്രിട്ടിക്ക് നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. കാരണം കൺസ്യൂമർ ചൂസ് ചെയ്തതായിരിക്കും മോണോപോളിസ്റ്റിക് ആയിട്ടുള്ള കമ്മോഡിറ്റി. ഈ കമ്മോഡിറ്റി മതിയെന്ന് ചൂസ് ചെയ്യുന്നത് ആരാണ്? കൺസ്യൂമർ ആണ്. അപ്പൊ നമ്മുടെ കമ്മോഡിറ്റി നമ്മൾ പ്രൊഡക്ഷൻ നിർത്തുന്നത് വരെയും ആര് വാങ്ങിക്കും? നമ്മുടെ പെർഫെക്റ്റ്ലി പാർട്ട്നേർഡ് ആയിട്ടുള്ള കൺസ്യൂമർ അത് വാങ്ങിച്ചിരിക്കും. സോ ആ ക്രിട്ടിക്സിന് ഇവിടെ വാല്യൂബിൾ ഇല്ല. ഓക്കെ, അതാണ് കപ്പാസിറ്റി, എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മോണോപോളിസ്റ്റിക് കമ്മോഡിറ്റിക്ക് ബാക്കിയുള്ള കമ്മോഡിറ്റിയെക്കാളും കപ്പാസിറ്റി കൂടുതലാണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോണോപോളിസ്റ്റിക് വളരെ കുറവാണ്. എന്റർപ്രീനർഷിപ്പും കൗൺസിലും എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ ഒരു മോണോപോളിസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇൻവെന്ററീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സയന്റിഫിക് ഇൻവെന്ററീസ് ആണെങ്കിൽ പോലും ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യ എന്നുള്ള കൺട്രിയെ വെച്ച് നോക്കുമ്പോൾ അധികം ഇല്ല. പ്രൊഡക്റ്റ് വേരിയേഷൻസ് ഉണ്ടെങ്കിലും ദാറ്റ് മസ്റ്റ് നോട്ട് ബി അറ്റ് എ പീക്ക് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഒളിഗോപോളി. ഒളിഗോപോളി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ നമ്പർ ഓഫ് ഫേംസ് സോ ദാറ്റ് സെല്ലേഴ്സ് ആർ കോൺഷ്യസ് ഓഫ് ദെയർ ഇന്റർഡിപെൻഡൻസ്. The competition is not perfect, yet the rivalry among firms is high. Given that there is a very large number of possible reactions of competitors, the behavior of firms may assume various forms. Thus, there are various models of oligopolistic behavior. Is based on different reactions, private patterns of rivals. അതായത് ചെറിയ ചെറിയ ഫേമുകൾ, ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാൻ വെച്ചപ്പോ വലിയ വലിയ ജ്വല്ലറീസും നമ്മളിവിടെ ഉണ്ട്, ചെറിയ ചെറിയ ജ്വല്ലറീസും ഇവിടെ തന്നെ ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഈ ചെറിയ ചെറിയ ജ്വല്ലറീസിന് അഗെയിൻസ്റ്റ് ആയിരിക്കും റൈവൽറീസും കോമ്പറ്റീഷൻസും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക. അതാണ് ഈ ഒളിഗോപോളിസ്റ്റിക്കിൽ ഏറ്റവും കൂടുതലായിട്ട് വരിക. അവര് ഇൻ ദ പാർട്ട് ഓഫ് മാർക്കറ്റ് തന്നെയാണ്. അവരെന്ന് പറയുന്നത് ഈ ജ്വല്ലറി മാർക്കറ്റ്, അതുപോലെ തന്നെ ഈ ടെക്സ്റ്റൈൽ മാർക്കറ്റ്, അതിലൊക്കെ അവരും പാർട്ട്ണറാണ്. പക്ഷെ അവരുടെ റൈവൽറി എന്ന് പറയുന്നത് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദ അതർ പാർട്ട്നേഴ്സ്. ഓക്കെ, ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെക്കാളും കുറച്ചുകൂടി അവരെന്ത് ചെയ്യും? ഫോഴ്സ് ആണ്. അവർ കുറച്ചുകൂടി നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള റൈവൽറീസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഒളിഗോപോളിസ്റ്റിക് എന്ന് പറയാം. Meaning and characteristics. Oligopoly is a situation in which only a new firms are competing in the market for a particular commodity. ഞാൻ പറഞ്ഞില്ലേ, അതായത് അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഉള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കല്യാൺ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ കല്യാൺ സിൽക്സ്, ജോസ്കോ, പിന്നെ അങ്ങനെയുള്ളവര് ബ്രാൻഡഡ് ആയിട്ട് ഓൾറെഡി ആ ഒരു മാർക്കറ്റിൽ അവരുടെ ഒരു പേസ് അവര് കാണിച്ചു കഴിഞ്ഞു. അവിടേക്ക് ന്യൂ എൻട്രി ആയിട്ട് വരുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ ചെറിയ ഫേംസ് ആയിട്ടുള്ള, ഇപ്പൊ ഐശ്വര്യ ജ്വല്ലറി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ജ്വല്ലറി വരുന്നത്. അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റും അവിടെ സെയിൽ ആവണം. അവർക്കും കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷെ അവരുടെ പ്രൊഡക്റ്റും കൂടി സെയിൽ ആവണം, അവർക്കും ആ ഒരു റീച്ച് എത്തണം എന്നുണ്ടെങ്കിൽ അവര് മാർക്കറ്റിലുള്ള ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയെ വെച്ച് കോമ്പറ്റീഷൻ ചെയ്യണം. അവരുടെ പെർട്ടിക്കുലർ കമ്മോഡിറ്റി എന്ന് പറയുന്നത് കോമൺ കമ്മോഡിറ്റി ആയിട്ടുള്ള ജ്വല്ലറിയോ ടെക്സ്റ്റൈൽസോ അതെന്താണോ അതാണ്. ക്ലിയർ? അതിനെയാണ് നമ്മൾ ഒളിഗോപോളി എന്ന് പറയാം. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അണ്ടർ ഒളിഗോപോളി, ദ നമ്പർ ഓഫ് കോമ്പീറ്റിംഗ് ഫേംസ് ബീങ് സ്മോൾ, ഈച്ച് ഫേം കൺട്രോൾസ് എ important proportion of total industry supply. Consequently, the effect of a change in the price or output of one firm upon action, okay, upon the sales of the rival firm is noticeable and not insignificant. Why when any firm takes an actions rivals within the probability react to, അതിനെ നമ്മൾ റീറ്റാലിയേറ്റർ എന്ന് പറയും. ഓക്കെ, ദ ബിഹേവിയർ ഓഫ് ദ ഒളിഗോപോളിസ്റ്റിക് ഫേംസ് ഇസ് ഇന്റർഡിപെൻഡന്റ് ആൻഡ് നോട്ട് ഇൻഡിപെൻഡന്റ്. അതായത് ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്, ഇന്റർഡിപെൻഡന്റ് ആണ്. ഈ ഒളിഗോപോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ ഫേമും ഇന്റർഡിപെൻഡന്റ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറയാ വെച്ചാൽ നമ്മളിപ്പോ ചെറിയ ചെറിയ ടെക്സ്റ്റൈൽസ് പറഞ്ഞു, ഒരു ടെക്സ്റ്റൈൽസിന്റെ അടുത്ത് തന്നെ അടുത്ത ടെക്സ്റ്റൈലും ഉണ്ടാവും. പക്ഷെ ഇവർ ഇന്റർഡിപെൻഡന്റ് ആണ്. ഇവിടെ കസ്റ്റമർ കയറിയാലും അവിടെയും കയറും. രണ്ടുപേരും കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് ചിലപ്പോൾ സെയിം ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നായിരിക്കും. സോ ദേ ആർ ഇന്റർഡിപെൻഡന്റ്. എന്നാലും അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, അവിടെ ഒരു റൈവൽറി ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്
The demand curve of the individual firm under oligopoly is not known and is indeterminate because it depends upon the reaction of its rivals, which is uncertain. Demand curve എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒന്നല്ല. അത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അവരെന്തിനാണ് റൈവൽറി ഉണ്ടാക്കുന്നത്, അവരുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ അതൊന്നും പറയാൻ പറ്റില്ല. അവരുടെ പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് സെയിൽ ആവുന്നുണ്ട്. So there is existing rivalry or there is existing a competition. Perfect competition is there. So അവിടെ നമുക്ക് ഡിമാൻഡ് കർവ് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തെ, in a view of uncertainty, the reaction of rivals and interdependence of the behavior, oligopolistic firms have advantages to coordinate their behavior through the explicit agreement or implicit hidden understanding. അതായത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും തമ്മിൽ ഇന്റർഡിപെൻഡന്റ് ആണ്, രണ്ടുപേരും ഒരേ ഫേം എന്നാണ് അത് എടുത്തിട്ട് വരുന്നത്. സോ അവർ തമ്മിൽ റൈവൽറി ഉണ്ടെങ്കിൽ കൂടിയും അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് ഹിഡൻ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ചെറിയ ടൗണിലൊക്കെ പോവാന്ന് വെച്ചാല് നമ്മളിപ്പോ പോയിട്ട് ഒരു സ്റ്റീലിന്റെ കുടം വാങ്ങണം, അതിനു വേണ്ടി പോയി. അപ്പൊ സ്റ്റീലിന്റെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്, അവിടെ കയറി പോയി കഴിഞ്ഞാൽ അവർ പറയും സ്റ്റീലിന്റെ കുടം ഇതേ ഉള്ളൂ. അപ്പൊ വേറൊരു ഫാഷനിലുള്ള ഒരു കുടമാണ് വേണ്ടത്. അപ്പൊ അവർ തന്നെ പറയും അത് ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ കുറച്ചുകൂടി മുമ്പിലേക്ക് നടന്നു പോയാൽ അവിടെ ഇതേപോലെ ഷോപ്പ് ഉണ്ട് അവിടെ. അപ്പൊ അവർ തമ്മിൽ ഇന്റർഡിപെൻഡന്റ് ആണ്, അവർ തമ്മിൽ കോമ്പറ്റീഷനും ഉണ്ട്, അവര് അവിടേക്ക് തന്നെ പറഞ്ഞയക്കുള്ളൂ. സോ ഹിഡൻ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷെ ഒരാൾ നശിക്കണമെന്ന് മറ്റൊരാൾക്ക് ആഗ്രഹമില്ല. സോ ദർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റില്ല, ആ കോമ്പറ്റീഷൻ സിഗ്നിഫിക്കന്റ് അല്ല എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്ത അണ്ടർ ഒളിഗോപോളി ന്യൂ എൻട്രി ഈസ് ഡിഫിക്കൾട്ട്. പുതിയൊരു എൻട്രി വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം ആ പുതിയ എൻട്രിക്ക് വേണ്ട പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതും അവിടെ ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും. സോ പുതിയൊരു എൻട്രി വരിക എന്ന് മോണോപോളിക്ക് പോലെ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന്റെ ചിലപ്പോൾ സെയിം പ്രൈസ് ആയിരിക്കും ഒളിഗോപോളിയിൽ ഒരേ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരേ കൊമോഡിറ്റിക്ക് സെയിം പ്രൈസ് ആയിരിക്കും ഒളിഗോപോളിയിൽ കൊടുക്കുക. അത് കാരണം അവർ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്, അവർ തമ്മിലുള്ള റിലേഷൻ ഹിഡൻ ആയിരിക്കും. ഓക്കെ, ഓക്കെ. ദെൻ അണ്ടർ ഒളിഗോപോളി ന്യൂ. അപ്പൊ അതുപോലെ തന്നെ ഗിവൺ indeterminacy of the individual firm demand and therefore the marginal revenue. അതായത് ഇതിൽ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിന്റ് ആണ്, അവർക്ക് മാക്സിമം സെയിൽ ചെയ്ത് പോവാന്നുള്ളതാണ്. അതുപോലെ ടാർഗറ്റ് ഫെയർ റേറ്റിലുള്ളത്, ലോങ് റൺ സ്റ്റെബിലിറ്റി വേണം, മാക്സിമൈസേഷൻ ഓഫ് മാനേജറിയൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ലിമിറ്റിംഗ് ന്യൂ എൻട്രി, അച്ചീവിംഗ് സാറ്റിസ്ഫൈ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തത്രേ ഉള്ളൂ. ഇനി ജിയോപോളിയെ കുറിച്ച് പറയാൻ നാളെ എടുക്കാം. ഡൗട്ട് സെക്ഷൻ നമുക്ക് എടുക്കാം. ഡൗട്ട് സെക്ഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സൺഡേ നമുക്ക് തീർക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. ഓക്കെ, എനി ഡൗട്ട്സ്? നേരത്തെ പറയൂ. പറ രാഹുൽ, അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ. ഒളിഗോപോളി മാത്രം. ഒളിഗോപോളി എന്ന് പറഞ്ഞ ഡെഫിനിഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിൽ രണ്ട് ഫേം ഉണ്ട്, ഒരു ഫേം നന്നാവണം, ഒരു ഫേം നശിക്കണം എന്നില്ല. രണ്ടുപേരും ഇന്റർഡിപെൻഡന്റ് ആയിട്ട് പെർഫെക്റ്റ്ലി പാർട്ട്ണർ മീൻസ് കോമ്പറ്റീഷനോട് കൂടി തന്നെ അച്ചീവ് ചെയ്യണം, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള Any other doubts? Unmute you. ഹലോ. പറയൂ. ഹലോ, കേൾക്കുന്നില്ലേ മാം? എക്സസ് കപ്പാസിറ്റി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. മാം കേൾക്കുന്നില്ലേ? പറയൂ. ഹലോ. കേൾക്കുന്നില്ല. എക്സസ് കേൾക്കുന്നില്ല മാം? എക്സസ് കപ്പാസിറ്റി ഓഫ് മോണോപോളിസ്റ്റിക് അതല്ലേ? കേൾക്കാൻ പറ്റില്ല. ഓക്കെ, എക്സസ് കപ്പാസിറ്റി എന്നതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു മോണോപോളിസ്റ്റിക് ഫേമില് ന്യൂ എൻട്രി വന്നു, പ്രൈസ് ഡിറ്റർമിൻ ചെയ്തു, പക്ഷെ അവരെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അവർ എക്സിറ്റ് ആയി പോകുന്നില്ല. ആ മാർക്കറ്റില് അവരുടെ പ്രൊഡക്റ്റിന് വാല്യൂബിൾ ഉണ്ട്, അവരുടെ പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എക്സസ് കപ്പാസിറ്റി ആണ്. അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, വൈൻഡ് അപ്പ് ചെയ്യുക, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റൂൾഡ് ഔട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. അവരെന്ന് പറഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സ് ആണ്. ആ കസ്റ്റമേഴ്സ് ഇപ്പോ അവരുടെ പ്രൊഡക്റ്റ് 1 രൂപ 2 രൂപ കൂട്ടിയാലും കസ്റ്റമേഴ്സ് വാങ്ങിക്കും. സോ ദാറ്റ് ഈസ് എക്സസ് കപ്പാസിറ്റി ഓഫ് മോണോപോളിസ്റ്റിക് ഫേം ഇൻ ജനറൽ.
മാഡം മോണോപ്പൊളി ഒന്ന് പറഞ്ഞുതരാമോ? കറണ്ട് ഉണ്ടായില്ലായിരുന്നു സമയത്ത്. ഈശ്വര, മോണോപ്പൊളി കുറെ നിറയുണ്ട്. എന്താ മോണോപ്പൊളി എന്ന് ചോദിച്ചാ അതെ മാം. മോണോപ്പൊളി എന്താന്ന് മാത്രം പറഞ്ഞുതരാം. മോണോപ്പൊളി ഹലോ പറഞ്ഞോളൂ. അത് മാത്രം ഒന്ന് മീനിങ് എന്താന്ന് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഫുള്ളായി എക്സ്പ്ലെയിൻ ചെയ്യണം. മോണോപ്പൊളിയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ. മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന് ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ ഫേമിന്റെ പ്രൊഡക്റ്റ്, ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാ, ഇപ്പോ വേറെ ആരും സോപ്പോ അങ്ങനെയുള്ളത് ഉണ്ടാക്കുന്നില്ല എന്നല്ല. ഹമാം എന്ന് പറഞ്ഞ സോപ്പ് വാങ്ങിക്കാൻ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് വന്നാലും ഇല്ലെങ്കിലും അത് വാങ്ങിക്കേണ്ട ആൾക്കാർ എന്ത് ചെയ്യും? അത് വാങ്ങിക്കും. അപ്പൊ അതൊരു മോണോപോളിസ്റ്റിക് മാർക്കറ്റ് ആണ്. എന്ന് വെച്ചാൽ അവരുടെയാണ് ആ പ്രൊഡക്റ്റിന് ക്യാഷ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒന്നും മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ആ ഒരു കമ്പനിയാണ് അത് മുഴുവൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, പുതിയൊരു ഇൻവെന്ററി അല്ലെങ്കിൽ ഒരു പുതിയൊരു സാധനം മാർക്കറ്റിൽ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അവർക്കാണ് ആ ഒരു കമോഡിറ്റി വിൽക്കാനും ആ ഒരു കമോഡിറ്റിക്ക് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതും ഒക്കെ അവരാണ്. ആ ഒരു കമോഡിറ്റിക്ക് അതേപോലെ വേറൊരു കമോഡിറ്റി ഉണ്ടാക്കാൻ വേറെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവര് മോണോപോളിസ്റ്റിക് ആണെന്ന് പറയും. അതായത് ഇപ്പൊ ഒരു സോപ്പ് ഹമാം മാത്രമേ ഉള്ളൂ, കുളിക്കാനുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ ലെക്സ് അതുപോലെയുള്ള ഒരു കമ്പനി ഇല്ല, ഹമാം മാത്രമേ മാർക്കറ്റിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മോണോപോളിസ്റ്റിക്. ഇപ്പൊ മനസ്സിലായോ? അതാണ് മോണോപോളി. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ. മാം, ഇതില് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കോമ്പറ്റീഷൻ ത്രൂ പ്രൈസ് വേരിയേഷൻ ആൻഡ് ന്യൂ എൻട്രി, അതുപോലെ ലോങ് റൺ ഇക്വിലിബ്രിയം ആൻഡ് കോമ്പറ്റീഷൻ ത്രൂ പ്രൈസ് വേരിയേഷൻ എന്നൊക്കെ വരുമ്പോൾ അതിന്റെ അടിയിൽ കുറച്ച് ഗ്രാഫ്സ് ഉണ്ടല്ലോ. നമ്മൾ അതിന്റെ അടിയിൽ പറയുന്ന പോയിന്റ്സിൽ ഈ ഗ്രാഫിലെ ഓരോ പോയിന്റ്സ് നമ്മൾ എടുത്ത് മെൻഷൻ ചെയ്തിട്ടാണല്ലോ ഈ പോയിന്റ്സ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ്, ഈ കോംപ്ലിക്കേറ്റഡ് ഗ്രാഫ് അങ്ങനെയും പഠിച്ചു വെക്കണോ കംപ്ലീറ്റ് ആയിട്ട്? അത് വേണ്ട. അതില് നിങ്ങൾ ആ ടാൻജൻസ് ഉണ്ടല്ലോ, ആ കേർവിലേക്ക് ടച്ച് ചെയ്യുന്ന ടാൻജൻസ്, ആ പോയിന്റ്സ് നിങ്ങൾ ഒരു 2 ലൈനൊക്കെ വരച്ചാൽ മതി. ഓക്കെ. ജസ്റ്റ് ഒന്ന് അതായത് ഒരു കേർവ് വരയ്ക്കുക, എന്നിട്ട് അതിലേക്ക് 2 കേർവ് മാർക്ക് ചെയ്യുക. അതിലെ ഒരു കേർവ് എന്ന് പറഞ്ഞ ടാൻജന്റ് ന്യൂ എൻട്രി ആണ്, പ്രൈസ് ന്യൂ എൻട്രി, പ്രൈസ് വേരിയേഷൻ ആണ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് എഴുതുക. പക്ഷെ ഒരു ഗ്രാഫ് നിങ്ങൾ അവിടെ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അവിടെ വേണം. അതില് മുഴുവനായിട്ട് ആ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളത് മുഴുവനായിട്ട് വരയ്ക്കണം എന്നൊന്നുമില്ല. താങ്ക് യു. ഓക്കെ, ഇനി അതർ ഡൗട്ട്സ്? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഈ സൺഡേ കൊണ്ട് തീർക്കണം. നെറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. എല്ലാവരും നെറ്റ്വർക്കുള്ള ഏരിയയിൽ തന്നെയാണോ ഇരിക്കുന്നത്? അതോ ഞാൻ നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയയിലായതുകൊണ്ടാണോ? ഓക്കെ, എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ ബൈ. നാളെ 8:30 കാണാം. നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ക്ലാസ് നന്നായി നടക്കട്ടെ. ഓക്കെ, ബൈ.